Hi friends, welcome back to my YouTube channel R&D Creations. I am Reja Dilesh. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇത് മൂന്നും പഠിച്ചു. ഇതിൻ്റെ ലിങ്ക് മൂന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് നോക്കാം. നമ്മളൊരു കാര്യം കുറേ നേരമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് പറയണം. സപ്പോസ് ഞാൻ കുറേ നേരമായി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് കുറേ നേരമായി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവർ കുറേ നേരമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾ കുറേ നേരമായി TV കണ്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് നോക്കാം. അതിൽ കൂടി എങ്ങനെയാണ് ഈ ഒരു ടെൻസിൽ സെൻറ്റൻസ് എഴുതേണ്ടത്, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഐ ഹാവ് ബീൻ കുക്കിംഗ് ഡിന്നർ. ഐ ഹാവ് ബീൻ കുക്കിംഗ് ഡിന്നർ. ഹാവ് ബീൻ കുക്കിംഗ് എന്ന് വെച്ചാൽ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. സോ ഞാൻ കുറേ നേരമായിട്ട് ഡിന്നറിന് വേണ്ട ഡിഷസ് കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. You have been learning English since your school days. You have been learning English since your school days. So, സ്കൂൾ ചേർന്ന ആ ഒരു സമയം മുതൽ അല്ലെങ്കിൽ ആ ഒരു ചെറുപ്രായം മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ഈ ഹാവ് ബീൻ എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ സമയവും കൂടി കാണിക്കണം. സെൻറ്റൻസിൽ നമ്മൾ എപ്പം മുതൽക്കാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ള ഒരു ടൈം കൂടി നമ്മൾ കാണിക്കണം. ആ ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസും അതുപോലെ ഫോറും ഉപയോഗിക്കുന്നത്. സിൻസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഫോർ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പോയിൻ്റ് ഓഫ് ടൈം പറയുമ്പോഴാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. ഫോർ ഉപയോഗിക്കുന്നത് കറക്റ്റ് ഒരു പീരിയഡ് ഓഫ് ടൈം, അതായത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 3 months 1 year എന്നൊക്കെ നമ്മൾ കറക്റ്റ് ഒരു ടൈം പറയില്ലേ, ഒരു പീരിയഡ് പറയില്ലേ, അപ്പോഴാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത്. സിൻസിൽ നമ്മൾ ജസ്റ്റ് പോയിൻ്റ് ഓഫ് ടൈം, ഒരു ടൈം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരം കേസുകളിൽ നമ്മൾ സിൻസ് ഉപയോഗിക്കും. അല്ലാത്ത കേസുകളിൽ നമ്മൾ ഫോർ ഉപയോഗിക്കും. They have been running an institution since 1986. They have been running an institution since 1986. 1986 മുതൽക്ക് അവർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. 1986 മുതൽക്കേ, അപ്പോൾ അവിടെ തുടങ്ങി 86 മുതൽക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2021 ആയി. അപ്പം ഇത്രയും ഇയേഴ്സായിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം. We have been working on this project for 3 months. We have been working on this project for 3 months. 3 മാസമായി ഞങ്ങൾ ഈ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ 4 ആണ് നമ്മൾ ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്, സിൻസ് അല്ല. കാരണം 3 months, അപ്പോൾ ഒരു കറക്റ്റ് പീരിയഡ് ഓഫ് ടൈം നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് 4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു 3 മാസമായി ഈ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് ഐ, യു, ദേ, വി ഇത് 4ഉമാണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് 4ഉമാണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ ഇത് 4ഉം പ്ലൂറലാണ്. അതുകൊണ്ട് നമ്മൾ ബഹുവചനമായതുകൊണ്ട് ഹാവ് ബീൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ing. ഇനി ഈ സബ്ജക്റ്റായി വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഹി ഹാസ് ബീൻ ടേക്കിംഗ് ട്യൂഷൻ സിൻസ് 5 o'clock. ഹി ഹാസ് ബീൻ ടേക്കിംഗ് ട്യൂഷൻ സിൻസ് 5 o'clock. 5 മണി മുതൽക്കേ അവൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. 5 മണി മുതൽക്കേ അവൻ ട്യൂഷൻ എടുത്തുകൊണ്ടേയിരിക്കുന്നു. She has been exercising a lot recently. She has been exercising a lot recently. Recently എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ lately എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അവൾ കുറേ നേരം, ഇപ്പോൾ റീസെൻ്റ്ലി, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ കുറേ നേരം എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. It has been raining all day. It has been raining all day. ഈ ദിവസം മുഴുവനും മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു.
ഹാസ് ബീൻ റെയിനിങ് മീൻസ് പെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഹീ, ഷീ, ഇറ്റ് ഇത് മൂന്നുമാണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ ഇത് മൂന്നും സിംഗുലറാണ്. അതുകൊണ്ട് ഇത് മൂന്നും സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ ഹാസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. ഇനി നമുക്ക് എങ്ങനെയാണ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, എങ്ങനെ നമുക്ക് ആൻസർ പറയാം എന്ന് നോക്കാം. I have been watching cricket since morning. I have been watching cricket since morning. ഞാൻ രാവിലെ മുതൽക്കേ ക്രിക്കറ്റ് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കാൻ ഹാവ് എന്ന ഓക്സിലറി വേർബിനോട് കൂടി നോട്ട് ചേർത്താൽ മതി എന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഹാവിൻ്റെ കൂടെ നോട്ട് ചേർത്ത് നമുക്ക് ഹാവ് നോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഷോർട്ടാക്കി ഹാവിൻറ്റ് എന്ന് പറയാം. I haven't been watching cricket since morning. I haven't been watching cricket since morning. ഞാൻ രാവിലെ മുതൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ടേയിരിക്കുന്നില്ല. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? ഓക്സിലറി വെർബ് ഹാവ് ആണ്. ആ ഹാവിനെ ഫ്രണ്ടിലേക്ക് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഹാവ് ഐ ബീൻ വാച്ചിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്? ഹാവ് ഐ ബീൻ വാച്ചിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്? ഞാൻ രാവിലെ മുതൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ടേയിരിക്കുകയാണോ? യെസ് ഐ ഹാവ്, അതെ എന്ന് ആൻസർ വരും. നോ ഐ ഹാവിൻറ്റ്, ഇല്ല എന്ന് ആൻസർ വരും. യു ഹാവ് ബീൻ ഗോയിങ് ടു ഇംഗ്ലണ്ട് ഫോർ 3 hours. യു ഹാവ് ബീൻ ഗോയിങ് ടു ഇംഗ്ലണ്ട് ഫോർ 3 hours. 3 മണിക്കൂറായി നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിന് നെഗറ്റീവ് ആക്കാൻ നമുക്ക് ഹാവിനോട് കൂടി നോട്ട് ചേർക്കാം. യു ഹാവ് നോട്ട് ബീൻ ഗോയിങ് ടു ഇംഗ്ലണ്ട് ഫോർ 3 hours. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? ഹാവ് യു ബീൻ ഗോയിങ് ടു ഇംഗ്ലണ്ട്? നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ? യെസ് ഐ ഹാവ്, അല്ലെങ്കിൽ നോ ഐ ഹാവിൻറ്റ്. ഹി ഹാസ് ബീൻ ഡൂയിങ് യോഗ എവറി മോർണിംഗ്. ഹി ഹാസ് ബീൻ ഡൂയിങ് യോഗ എവറി മോർണിംഗ്. അവൻ എല്ലാ ദിവസവും രാവിലെ യോഗ ചെയ്തുകൊണ്ടേയിരിക്കും. ഹാസ് ബീൻ ഡൂയിങ് മീൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. നെഗറ്റീവ് ആവാൻ നമുക്ക് ഹാസിനോട് കൂടി നോട്ട് ചേർക്കാം. ഹി ഹാസൻ ബീൻ ഡൂയിങ് യോഗ എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ അവൻ യോഗ ചെയ്തുകൊണ്ടിരിക്കാറില്ല. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഹാസ് ആണ് ഓക്സിലറി വേർബ്. ഹാസിനെ എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഹാസ് ഈ ബീൻ ഡൂയിങ് യോഗ എവറി മോർണിംഗ്? അവൻ എല്ലാ ദിവസവും രാവിലെ യോഗ ചെയ്യാറുണ്ടോ, ചെയ്തുകൊണ്ടിരിക്കാറുണ്ടോ? അപ്പോൾ നമുക്ക് 2 ആൻസേഴ്സ് ആണുള്ളത്. ഒന്നുകിൽ നമുക്ക് പറയാം യെസ് ഹി ഹാസ്, അവൻ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അതർവൈസ് നോ ഹി ഹാസിൻറ്റ്, അവൻ ചെയ്തുകൊണ്ടിരിക്കാറില്ല. ഹീക്ക് പകരം ഷീ വന്നാലും നമ്മൾ ഹാസ് ബീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഷീ ഹാസ് ബീൻ ഡൂയിങ് യോഗ എവറി മോർണിംഗ്. ഇനി ഇറ്റാണ് വരുന്നതെങ്കിലും നമുക്ക് ഹാസ് ബീൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ TV രാവിലെ മുതൽക്കേ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ, അല്ലെങ്കിൽ ദ TV ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ദ TV ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽക്കേ TV വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഹാസ് ബീൻ ക്രൈയിങ് മീൻസ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹാസ് ബീൻ ലേണിംഗ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹാസ് ബീൻ റൈറ്റിംഗ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഹാസ് ബീൻ റീഡിംഗ് വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാനാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റിനോട് കൂടി ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ള ഓക്സിലറി വേർബ് പ്ലസ് ബീൻ പ്ലസ് വേർബിൻ്റെ കൂടെ ING കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ടെൻസിൽ എത്ര സെൻറ്റൻസ് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. ഹാവ് ആണോ ഹാസ് ആണോ ഓക്സിലറി വേർബായി എടുക്കേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഹാവ് ആണോ ഹാസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ, ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹാസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് INGയും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് INGയുമാണ് നമ്മൾ എടുക്കേണ്ടത്. I, you, they, we ഇത് 4 സബ്ജക്റ്റായി വരുമ്പോൾ ഇത് 4 പ്ലൂറലാണ്, ബഹുവചനമാണ്.
ഇത് സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing എന്ന് എഴുതണം. ഹീ, ഷീ, ഇറ്റ് ഇത് മൂന്നും സിംഗുലറാണ്, ഏകവചനമാണ്. ഇത് സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing എന്ന് എഴുതണം. ഇനി എന്താണ് സ്റ്റേറ്റീവ് വെർബ്, എന്താണ് ഡൈനാമിക് വെർബ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിനെയുമാണ് ഡൈനാമിക് വെർബ് എന്ന് നമ്മൾ പറയുന്നത്. ജമ്പ്, റീഡ്, റൈറ്റ്, സ്ലീപ്പ് ഇതൊക്കെ ഡൈനാമിക് വെർബാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും എല്ലാ പ്രവൃത്തിയും ഡൈനാമിക് വെർബാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ing ചേർത്തിട്ട് വാക്കിംഗ്, സ്ലീപ്പിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നൊക്കെ ആക്കിയിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം. സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്, ഒരു അവസ്ഥ. ആ അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രവൃത്തിയല്ല, ഒരു ആക്ഷനല്ല. അതുകൊണ്ട് ആ അവസ്ഥയുടെ കൂടെ നമുക്ക് ing ചേർത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആ ഒരു വേർബിനോട് കൂടി ing ചേർത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ലൈക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുക, അതിൻ്റെ കൂടെ ing ചേർത്ത് ലൈക്കിംഗ് എന്നാക്കാൻ സാധിക്കില്ല. ഡിസ്ലൈക്കിൻ്റെ കൂടെ ing ചേർത്ത് ഡിസ്ലൈക്കിംഗ് എന്നാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് വേർബ്സിനോടൊപ്പം ing ചേർക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, അതുപോലെ ഹാപ്പിനെസ്, സാഡ് എന്നൊക്കെ ഉള്ളത്, സാഡിൻ്റെ കൂടെ ing ചേർത്ത് സാഡിങ് എന്നാക്കാൻ പറ്റില്ല. അതുപോലെ ഹാപ്പി എന്നുള്ളതിൻ്റെ കൂടെ ing ചേർത്ത് ഹാപ്പിയിങ് എന്നൊന്നും ആക്കിയിട്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെൻറ്റൻസായി ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന വേർബ്സിനെയാണ് നമ്മൾ സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും സ്റ്റേറ്റീവ് വേർബ്സിനോടൊപ്പം ing ചേർത്ത് ഈ ഒരു ടെൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ബീൻ നോയിങ് ജോൺ ഫോർ 2 years. എനിക്ക് 2 വർഷമായി ജോണിനെ അറിയാം എന്നാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ പഠിച്ച ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രകാരം ഐ വരുമ്പോൾ ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കണം. വേർബ് നോ ആണെങ്കിൽ വേർബിനോട് കൂടി നമ്മൾ ing ആഡ് ചെയ്യണം, എന്നിട്ട് സെൻറ്റൻസ് ആക്കി മാറ്റണം എന്നാണ് പഠിച്ചത്. പക്ഷേ നോ എന്ന് പറയുന്ന വേർബിനോട് കൂടി നമ്മൾ ing ചേർത്ത് നോയിങ് എന്ന് പറയുന്ന ഒരു വേർഡായി ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം നോ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, അറിയാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രവൃത്തിയല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല നോയിങ് എന്ന് പറഞ്ഞുകൊണ്ട്. പകരം നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഐ ഹാവ് നോൺ ജോൺ ഫോർ 2 years. എനിക്ക് 2 വർഷമായി ജോണിനെ പരിചയം ഉണ്ട്. നോയിങ് എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും അണ്ടർസ്റ്റാൻഡിങ്, ഹാപ്പിയിങ്, ഡിസ്ലൈക്കിങ്, ലൈക്കിങ്, സാഡിങ് അങ്ങനെയുള്ള വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കണം. കാരണം ഇത്തരം വേർഡ്സിനോടൊപ്പം ഒരിക്കലും ing ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഇനി നമുക്ക് കുറേ കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? നിങ്ങൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഹാവ് യു ബീൻ ഗെറ്റിംഗ് അപ്പ് ഏർലി ദീസ് ഡേയ്സ്? ഈ ദിവസങ്ങളിൽ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നോ? ഹാഡ് ഷീ ബീൻ വർക്കിംഗ് ഹാർഡ് റീസെൻ്റ്ലി? അവളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ? ഹാവ് ദേ ബീൻ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് അറ്റ് നൈറ്റ്? അവർ രാത്രിയിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ടോ? ഹാസ് ഇറ്റ് ബീൻ സ്നോയിങ് ഓൾ ഡേ? ഈ ദിവസം മുഴുവനും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു രീതിയിൽ ഓക്സിലറി വേർബിനെ എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലെടുത്ത പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മളുടെ ആ ഒരു പ്രീവിയസ് പോർഷൻസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഈ 4 പോർഷൻസും ഒന്നുകൂടി റിവൈസ് ചെയ്ത് വെക്കുക. കാരണം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ 4 ടെൻസും കൂടി ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാൻ പോവുകയാണ്. ഒരു സെൻറ്റൻസ് എടുക്കുക, ആ സെൻറ്റൻസിനെ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അങ്ങനെ ഒരൊറ്റ സെൻറ്റൻസിനെ 4 ടൈപ്പാക്കി നമ്മൾ മാറ്റുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
സോ ഒരു റിവിഷനും കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പ്രസൻറ്റ് ടെൻസും അതിൻ്റെ 4 ടൈപ്സും നിങ്ങൾക്ക് നല്ല തറവാകും. അതിൽ നിങ്ങൾക്കൊരു തെറ്റും കൂടാതെ നന്നായിട്ട് ആ ഒരു 4 ടെൻസിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിക്കൽ കൂടി ഒരു വീഡിയോയിൽ ആ 4 ടെൻസസും ഒന്ന് റിവൈസ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.